ചലച്ചിത്ര രംഗത്തുള്ള സമഗ്ര സംഭാവനയ്ക്ക് രാജ്യം നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാളികളുടെ സ്വന്തം നടൻ മോഹൻലാൽ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അഭിനയ ലോകത്തിനു വേണ്ടി ജന്മമെടുത്തതാണ് താനെന്ന് ഇതിനോടകം മോഹൻലാൽ തെളിയിച്ചു കഴിഞ്ഞു. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ അഭിനയത്തോടുള്ള ആഭിമുഖ്യം വെളിപ്പെടുത്തിയ മോഹൻലാൽ തിരനോട്ടം എന്ന സിനിമയിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നത്. ആ ചിത്രം പ്രദർശനത്തിനെത്തിയില്ലെങ്കിലും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ ഈ നടൻ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ കയറിക്കൂടി. ആ ചിത്രത്തിലെ നരേന്ദ്രൻ എന്ന കഥാപാത്രം വലിയൊരു കടന്നുവരവായിരുന്നു. ഗുഡ് ഈവനിംഗ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ വൻ വിജയം നേടിയതോടെ മോഹൻലാൽ എന്ന നടന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നീട് ചില ചിത്രങ്ങളിൽ ചെറുതെങ്കിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഉപനായകനായും നായകനായും പ്രതിനായകനായും മോഹൻലാൽ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് മലയാള ലോകം കണ്ടത്. ആ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വതസിദ്ധമായ അഭിനയത്തിലൂടെ ആബാലവൃത്തം പ്രേക്ഷകരുടെയും പ്രിയപ്പെട്ടവനായി ലാൽ മാറിയത് വളരെ പെട്ടെന്നാണ്. മോഹൻലാൽ അവർക്കൊരു നടനല്ല, സ്വന്തം ലാലേട്ടനാണ്. രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലെ വിൻസെന്റ് ഗോമസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് മലയാള ചലച്ചിത്ര വ്യവസായത്തിന്റെ ജാതകം തന്നെ മോഹൻലാൽ തിരുത്തി കുറിച്ചു. My phone number is 2255. MT വാസുദേവൻ നായരുടെയും പത്മരാജന്റെയും ഭരതന്റെയും ലോഹിതദാസിന്റെയും തിരക്കഥകളിലെ ചോരയും നീരുമുള്ള കഥാപാത്രങ്ങളെ ജീവസുറ്റതാക്കാൻ ഈ അഭിനയ പ്രതിഭയ്ക്ക് കഴിഞ്ഞു. ദേവാസുരത്തിലെയും ആറാം തമ്പുരാനിലെയും പുലിമുരുകനിലെയും മറ്റും അതിമാനുഷ കഥാപാത്രങ്ങളെ മോഹൻലാലിനല്ലാതെ മറ്റാർക്കും അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പ്രിയദർശന്റെയും സത്യനന്ദിക്കാടിന്റെയും ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെ അയജ്ഞലളിതമായി അവതരിപ്പിച്ച് പ്രേക്ഷകരെ ഒരേ സമയം പൊട്ടിച്ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും ലാലേട്ടന് കഴിഞ്ഞു. മലയാള സിനിമയുടെ വാണിജ്യ വിജയത്തിന് അനിവാര്യ ഘടകമായി ഈ നടൻ മാറുകയായിരുന്നു. ഇതിനെല്ലാം ഇടയിൽ നടനത്തിന്റെ അപാര സാധ്യതകളെ ലോകത്തെ അറിയിച്ച വൈവിധ്യമുള്ള എത്രയോ കഥാപാത്രങ്ങൾ. ഇരുവർ, ഭരതം, ഹിസ് ഹൈനസ് അബ്ദുള്ള, കിരീടം, വാനപ്രസ്ഥം, വാസ്തുഹാര, അഹം, കമലദളം, തന്മാത്ര, ഭ്രമം, സതയം, അമൃതം കമയ, തൂവാനത്തുമ്പികൾ, നായകൻ, വില്ലൻ എന്നീ വേർതിരിവുകളില്ലാതെ ലഭിക്കുന്ന കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഈ നടന്റെ ഒരു പ്രത്യേക സവിശേഷതയാണ്. താരപദവി ഇതിന് ഒരിക്കലും തടസ്സമാവുന്നില്ല. ആക്ഷനും കട്ടിനുമിടയിൽ കഥാപാത്രമായി ജീവിക്കാൻ കഴിയുന്ന നടന്മാരിൽ മോഹൻലാൽ മുൻപന്തിയിലാണ്. മറ്റു പല അഭിനേതാക്കളെയും പോലെ റീടേക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി വരുന്നില്ല. ഡോക്ടറായും രോഗിയായും അഭിനയിക്കുമ്പോഴുള്ള മോഹൻലാലിന്റെ മാനറിസങ്ങൾ വലിയ നടന്മാരെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരുതരം പരകായ പ്രവേശങ്ങളാണ് ഇക്കാര്യത്തിൽ സംഭവിക്കുന്നതെന്ന് പറയാം. കലയോടുള്ള സമർപ്പണമാണ് ഈ നടന്റെ തിളക്കമാർന്ന വിജയങ്ങൾക്ക് കാരണം. കഥാപാത്രങ്ങളെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് പിന്നിൽ ഈ സമർപ്പണമുണ്ട്. ഇന്ത്യൻ സിനിമയിലെന്നല്ല, ലോക സിനിമയിൽ തന്നെ അപൂർവമായി സംഭവിക്കുന്ന പ്രതിഭാസമാണ് മോഹൻലാൽ എന്ന നടന്റെ അഭിനയ ജീവിതം. പ്രതിഭയുടെയും വൈവിധ്യത്തിന്റെയും സാരാംശമാണ് മോഹൻലാൽ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ തന്നെ വലിയൊരു അംഗീകാരമാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി അവാർഡുകൾ ഇതിനകം ലഭിച്ചിട്ടുള്ള ഈ നടന് രാഷ്ട്രം നൽകുന്ന ആദരവാണ് ഫാൽക്കെ പുരസ്കാരം. മലയാള സിനിമയുടെ അഭിമാന മുഹൂർത്തമാണിത്.